പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. സിജി ഡെയിലി വിഷന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷൻ നയിക്കുന്നത് പരിശീലന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു മികച്ച ട്രെയിനറാണ്. കോർപ്പറേറ്റ് ട്രെയിനർ, പബ്ലിക് സ്പീക്കിംഗ് കോച്ച്, NLP പ്രാക്ടീഷണർ, കൗൺസിലർ, അവിഡ് ക്യാമ്പർ, ഓതർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ നഹാസ് മുഹമ്മദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പരിശീലനത്തെ വെറും അറിവ് കൊണ്ട് ഉയർത്തുന്നതിലുപരിയായിട്ട് വ്യക്തികളിലും സ്ഥാപനങ്ങളിലും യഥാർത്ഥ മാറ്റവും വളർച്ചയും സൃഷ്ടിക്കുന്ന അനുഭവമാക്കി മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സമീപനം. 2023 ബെസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ്. കേരള ട്രെയിനേഴ്സ് കോൺടെസ്റ്റ് ഓൺലൈൻ വിന്നറും ഓഫ്ലൈൻ വിന്നറുമായിട്ടുണ്ട്. നിരവധി നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആധാർ ഗോൾഡ്, അജ്ഫാൻ, ഇറാം ഗ്രൂപ്പ് തുടങ്ങിയ വ്യത്യസ്ത സ്ഥാപനങ്ങളുമായിട്ട് അദ്ദേഹം സഹകരിച്ച് ട്രെയിനിങ് സെഷൻസും ഒക്കെ നടത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അറിവുകളും ഡിവിഷന്റെ വേദിയെയും സമ്പുഷ്ടമാക്കും എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തെ ഡിവിഷന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ ജസീറ മാഡം, ഷമീമ മാഡം തുടങ്ങിയവരൊക്കെ ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഓവർ ടു ടുഡേസ് ചീഫ് ഗസ്റ്റ് നഹാസ് സർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു ജംഷീദ് സർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരുപാട് സന്തോഷം. ഈ ഏർലി മോർണിംഗ് ഒരു 57 പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു എന്നുള്ളത്. നമ്മൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാറ്റൊക്കെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം, പറ്റാവുന്നവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ചിലപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയിലായിരിക്കൂലേ, എന്തായാലും പറ്റും. ഓക്കെ, ദോഹ, വെരി ഗുഡ്. ഫിറോസ് സർ, വയനാട്, അടിപൊളി. കണ്ണൂര്, കായംകുളം, തൃശൂർ, കോട്ടയം, അടിപൊളി. മലപ്പുറം, കോട്ടക്കൽ, ഓക്കെ. ആ ടൈപ്പിംഗ് അങ്ങനെ നടന്നോട്ടെ. എനിവേ, ഒന്നൊരു ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്തത്. എനിവേ, ആദ്യം തന്നെ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഷമീമ മാമും ജസീറ മാമും ആണ്. യാദൃശികമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും അങ്ങോട്ട് എത്താനുള്ള കാര്യം ഉണ്ടായത്. എനിവേ, താങ്ക് യു. സിജിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. സിജി ഏറ്റവും പഴക്കമുള്ള ഒരു സംഘടനയാണ് ട്രെയിനിങ് മേഖലയിൽ. ഒരുപാട് ട്രെയിനേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഘടന കൂടിയാണ്. അപ്പോൾ ആ ഒരു അവസരം നൽകിയ നിങ്ങളുടെ ഓരോ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, അതിനേക്കാൾ ഉപരി ഇന്നിവിടെ 78 പേരിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 79 പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ചെറിയൊരു ചോദ്യം. നമ്മുടെ സിഗ് സിഗ്ലർ, അമേരിക്കൻ മോട്ടിവേഷണൽ ട്രെയിനർ ആയിട്ടുള്ള സിഗ് സിഗ്ലർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഒരു പെറ്റ് ലവർ ബീച്ചിലെ സൈഡിലൂടെ, ട്രാക്കിലൂടെ എല്ലാ ദിവസവും ജോഗിങ് നടത്തും. അപ്പൊ ഒരു ദിവസം ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വളരെ ദൂരെ നിന്ന് ഒരു നായയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോ ഇയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു എംപതി ഫീലായി. നായയുടെ കരച്ചിൽ എവിടെ നിന്നാണോ കേൾക്കുന്നത് ആ ദിശയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഓട്ടം മാറ്റി. കുറെ ദൂരം പോയപ്പോ ഒരു ഹട്ട്, അതിന്റെ താഴെ ഒരാൾ പത്രം വായിക്കുന്നു. ഒരു വുഡൻ ഫ്ലോർ, അവിടെ ഒരു നായ കിടക്കുന്നുണ്ട്. നായ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ നായ കുറെ നേരമായല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നതും കാണുന്നില്ല, എന്തു പറ്റിയതാണ്? അപ്പൊ അയാൾ പറഞ്ഞു, അതങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോഗിങ് കണ്ടിന്യൂ ചെയ്തു. എന്നാലും ഇയാൾക്ക് പോരാനായിട്ട് തോന്നിയില്ല. എന്നാലും എന്തായിരിക്കും, എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം പറഞ്ഞു. അത് കിടക്കുന്ന വുഡൻ ഫ്ലോറിലെ
ആ ഫ്ലോറിൽ ഒരു ആണി ചെറുതായിട്ട് പൊങ്ങി കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് ഈ നായയുടെ വയറ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് എന്താ ആ നായ എണീക്കാത്തതെന്നാണ് ഇയാളുടെ ചോദ്യം. അപ്പൊ അയാൾ പറഞ്ഞു, അതിന് അത്ര കണ്ട് വേദനയില്ല. എത്ര കണ്ട്? അതിന് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയില്ല. എപ്പോഴാണോ അതിന് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിട്ട് അതിന് തോന്നുന്നു, അപ്പൊ അത് എഴുന്നേറ്റുള്ളൂ. ഈ കഥ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ കഥയുമായിട്ട് നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആരും ആൻസർ ഒന്നും പറയണ്ട. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. നല്ലൊരു ഓണക്കാലം വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. ആ ഓണക്കാലത്ത് പലപ്പോഴും സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് നമ്മൾ കാണുക. ഒരു നിറ ഒരു നിറവ്, എല്ലാ മേഖലയിലും നിറവ്, ഒരു സമൃദ്ധി, ആരോഗ്യം, സമ്പത്ത്, ഭക്ഷണം, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിലും. എന്നാൽ ഒരു സമൃദ്ധി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൃഷിയെ എടുക്കാം. കൃഷിയിൽ സമൃദ്ധി എന്ന് പറയുന്നത് നല്ല വിളവെടുപ്പാണല്ലോ. നല്ല വിളവെടുപ്പ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥന മാത്രം പോരാ, ഓണം മാറി മാറി വന്നാൽ പോരാ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വിത്തുകൾ പാകിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. എന്റെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി ഒരു മാറ്റം നടത്തിയത് എന്നായിരിക്കും? ഒരു ചേഞ്ച് കൊണ്ടുവന്നത് എന്നായിരിക്കും? നമ്മൾ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും അത് നമ്മുടെ സെൽഫിലാവാം, നമ്മുടെ റിലേഷൻഷിപ്പിലാവാം, കരിയർ ബിസിനസ്സിലാവാം, ഹെൽത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലകളിലും നമുക്ക് ചേഞ്ചസ് ആവശ്യമാണ്. ഈ നായ അനുഭവിച്ചതുപോലെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മളും പെയിൻ അനുഭവിക്കുന്നുണ്ടാവാം. കുറെ കാലമായിട്ട്. കഴിഞ്ഞ ഓണത്തിനുണ്ടാവും, അതിന്റെ മുമ്പത്തെ ഓണത്തിനുണ്ടാവും. എന്നിട്ടും നമ്മൾ സമൃദ്ധി പ്രതീക്ഷിക്കുന്നു, പുതിയ വിത്തുകൾ പാകാതെ. ഇത് ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ചോദ്യം അവിടെ വളരെ ആപ്റ്റാണെന്നും വിചാരിക്കുന്നു. മാറ്റം നമ്മൾ നടത്തിയാലും ഇല്ലെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ലോകത്തിന്റെ മാറ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുദിനമല്ല, അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ന്യൂ വേർഷൻ ഓഫ് വ്യൂ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം. നമ്മളുടെ പുതിയൊരു വേർഷൻ. നമ്മൾ മാറണോ വേണ്ടയോ, അല്ലെങ്കിൽ വിത്തുകളൊന്നും ഇടാതെ സമൃദ്ധി പ്രതീക്ഷിച്ചിരിക്കണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രധാനമാണ്. ചേഞ്ചിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിൽ നമ്മൾ കോർപ്പറേറ്റിൽ ഉപയോഗിക്കുന്ന അതേ ടേം തന്നെ ഉപയോഗിക്കാം. 3 ചേഞ്ചസ്: റിയാക്റ്റീവ് ചേഞ്ച്, പ്രൊആക്റ്റീവ് ചേഞ്ച് ആൻഡ് മൂന്നാമത്തത് ഞാൻ പറയാം, സ്പെഷ്യൽ. റിയാക്റ്റീവ് ചേഞ്ച് നമ്മൾ നിർബന്ധിതമായിട്ട് എന്തെങ്കിലും ഒരു പെയിൻ കിട്ടിയതിന് ശേഷം നമ്മൾ മാറുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ആരോഗ്യത്തിന്റെ പ്രശ്നം വന്നു, നമ്മൾ ഉടനെ എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. റിയാക്റ്റീവ് ചേഞ്ച് എന്ന് പറയാം. ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈൻസിന് എല്ലാവർക്കും അറിയായിരിക്കാം. ഇൻഡിഗോ ഒരു എക്കണോമിക് കരിയർ ആയിരുന്നു. വളരെ വർഷക്കാലം, ഒരുപാട് വർഷം എക്കണോമി കരിയർ ആയിട്ട് പ്രവർത്തിച്ച ഒന്നായിരുന്നു ഇൻഡിഗോ. എന്നാൽ ഇവർ മനസ്സിലാക്കാണ് ആവറേജ് ഇന്ത്യൻസിന്റെ കപ്പാസിറ്റി ഉയരുന്നു. എന്നാൽ അതിനനുസൃതമായിട്ട് ഇവരുടെ കയ്യിൽ ബിസിനസ് ക്ലാസ് ഇല്ല. ഇന്ത്യൻ ട്രാവലേഴ്സ് ഒക്കെ ബിസിനസ് ക്ലാസ്സുകൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ കയ്യിൽ ബിസിനസ് ക്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഇവർക്ക് ഒരുപാട് പണം നഷ്ടമാണെന്ന് അവർ 17 വർഷങ്ങൾക്ക് ശേഷം റിയലൈസ് ചെയ്യുകയും പിന്നീട് ആ മാറ്റം കൊണ്ടുവരികയും ഇന്ന് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് എയർലൈൻ കമ്പനിയായിട്ട് അവർ മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ് ആംഗിളിൽ അതിന് നോക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാ ആംഗിളിലും ഇതിനെ കാണാൻ പറ്റും. റിയാക്റ്റീവ് ചേഞ്ച്. പ്രൊആക്റ്റീവ് ചേഞ്ച് എന്താണ്? ഒരു ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മഴക്കാറ് കാണുമ്പോൾ തന്നെ, മഴ പെയ്തിട്ട് കുട എടുക്കുകയല്ല, മഴക്കാറ് കാണുമ്പോൾ തന്നെ കുട എടുത്തിട്ട് പോകുന്ന ആൾക്കാർ. ഒരു കമ്പനി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കമ്പനീസിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഒരു
ആപ്പിൾ എന്നൊക്കെ പറയുന്നത് അത്തരം ഒരു കമ്പനിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മാറ്റങ്ങളെ നേരിട്ട് മുമ്പിട്ട് കണ്ടിട്ട് നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, അത് കമ്പനിയിലാവാം, നമ്മുടെ കരിയറിലെ മാറ്റങ്ങളാവാം, നമ്മുടെ പേഴ്സണൽ മാറ്റങ്ങളാവാം. അതാ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഐ ആം ടു സ്ട്രോങ്, ഐ ആം ടു സ്ട്രോങ്, എനിക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഈ മാറ്റങ്ങൾ എന്നെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതാണ് സ്പെഷ്യൽ വിഭാഗം. ഇത്തരം ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ, വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, കമ്പനികളെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, ഒരുപാട് സംഗതികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഉദാഹരണങ്ങളാണ് നോക്കിയ, കൊഡാക്, ടൈറ്റാനിക്കിന്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. അതിന്റെ ഒരു അതിൽ തന്നെയുള്ള ഒരു സീൻ ഉണ്ട്. ഒരു ഡൈനിങ് ടൈമിൽ അതിന്റെ ചീഫ് എഞ്ചിനീയർ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഭയങ്കര സ്ട്രോങ് ആണ്, ഇതൊരിക്കലും തകർക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോയിട്ട് അത് പോയി ഒരു ഐസ്ബർഗിൽ ഇടിക്കുന്നു. ഐ ആം ടു സ്പെഷ്യൽ, ഐ ആം ടു സ്ട്രോങ് എന്ന് പറയുന്നതൊക്കെ കൂപ്പുകുത്തിയിട്ടുള്ള അവസ്ഥയാണ്. എന്റെ ചോദ്യം, നമ്മൾ ഇതേ നമ്മൾ ഇതിൽ 3 കാറ്റഗറിയിൽ എവിടെ വരുന്നു? ഇതൊരു സെൽഫ് അനാലിസിസ് സെഷനാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ സെഷനിലും എനിക്ക് പറയാനുണ്ടാവാം. അവിടെ ഒരു കാര്യം ഞാൻ പറയാം, വാട്ട് ബ്രോട്ട് യു ഹിയർ വോണ്ട് ഗെറ്റ് യു ദർ. നിങ്ങളെ ഇന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും മതിയാവില്ല എവിടെ നിങ്ങളെ അങ്ങോട്ട് എത്തിക്കാൻ. എങ്ങോട്ട്? നിങ്ങൾക്ക് പോവേണ്ടത് എവിടേക്കാണോ അങ്ങോട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ തുടക്കം, ഒരു ഓണക്കാലം വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചിരിക്കേണ്ട 4 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യനിലൂടെ എങ്ങനെ പോയി നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ആരും ആൻസർ പറയണമെന്ന് ഞാൻ പറയില്ല, ബട്ട് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക, എല്ലാ മേഖലയെയും കണക്ട് ചെയ്തിട്ട് ചോദിക്കുക. പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ ഒന്ന് ഡയറിയിൽ എഴുതിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, where am I today? ഞാൻ ഇന്ന് എവിടെയാണ്? വാട്ട് ഈസ് മൈ കറന്റ് സ്റ്റാറ്റസ്? അത് ഹെൽത്തിൽ, പേഴ്സണൽ ലൈഫിൽ, സെൽഫിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചാൽ നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെയാണ് ഞാൻ എപ്പോഴും എൻ്റെ സെഷനുകളിൽ പറയാറുള്ള ഒരു സാധനം, അളക്കാൻ പറ്റാത്തതൊന്നും വളർത്താനും പറ്റില്ല. ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, അളക്കാൻ പറ്റാത്തതൊന്നും വളർത്താനും പറ്റില്ല. നമ്മളെ നമ്മൾ വിലയിരുത്തുകയും നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം നമുക്കൊരിക്കലും നമ്മളുടെ കഴിവുകളെ, ബിഹേവിയറിനെ, നമ്മളുടെ ഒരു കാര്യങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോ ഈ ഒരു അനലൈസിങ് ക്വസ്റ്റ്യനിലൂടെ നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് ചോദിക്കാനായിട്ട് പറ്റണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്, ഹൗ ഐ ഗെറ്റ് ഹിയർ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്തൊക്കെ സ്വഭാവ കാര്യങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്? എന്തൊക്കെ സ്കിൽസ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത്? എന്തൊക്കെ എൻ്റെ തീരുമാനങ്ങളായിരുന്നു ഞാൻ ഇപ്പോ നിൽക്കുന്ന, അത് നല്ലതാവാം, ചീത്തയാവാം. ചിലപ്പോൾ നിങ്ങൾ ഒരു മേഖല ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾ തീരുമാനിച്ച കാര്യമായിരിക്കും, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, മെക്സവൻ പോലെയുള്ള ഇതിലേക്ക് പോയിട്ട് യോഗ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഹെൽത്തിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അത് അന്നെടുത്ത തീരുമാനത്തിന്റെ ഫലമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, ചില റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, ചോയ്സസ് ഉണ്ടായിരുന്നു. ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാം, ഹൗ ഐ ഗെറ്റ് ഹിയർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വുഡ് ഐ ലൈക്ക് ടു ഗോ. ആക്ച്വലി എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്? എങ്ങോട്ടാണ് പോവേണ്ടതെന്നറിയാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. കാരണം ഒരു വിഷൻ, ഒരു ഗോൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഫാമിലി, ഒരു മിനിറ്റ്,
സാർ മ്യൂട്ടാണ്. അല്ല, ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. സോറി, ഞാൻ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. സോറി. അപ്പോ വേർ വുഡ് ഐ ലൈക്ക് ഒരു ഫാമിലി ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 1:30 സമയം. പെട്ടെന്ന് കാറിന്റെ ഹെഡ്ലൈറ്റ് ഓഫായി. അപ്പൊ ഇയാൾ ആകെ പെട്ടുപോയി. ആ സമയത്ത് 1:30 സമയത്ത് വർക്ക്ഷോപ്പുകാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അടുത്തൊന്നും ഒരു കട പോലും ഇല്ല. അപ്പൊ പെട്ടെന്ന് ഇയാൾ മനസ്സിലാക്കാണ്, അയാൾക്കൊരു ഐഡിയ തോന്നുകയാണ്, മുമ്പിൽ ഏതെങ്കിലും ഒരു വണ്ടി വരുമല്ലോ, ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പോൾ അതിന്റെ പിന്നിൽ അങ്ങനെ പിടിക്കാം. അങ്ങനെ ഒരു വണ്ടി വന്നു. വണ്ടി വന്നതിന് ശേഷം അയാള് നല്ല സ്പീഡിലാണ് പോകുന്നത്. അതിന്റെ പിന്നാലെ തന്നെ ഈ വണ്ടിയും എടുത്തു. ഒരുപാട് ദൂരം അങ്ങനെ പോയി. പെട്ടെന്ന് മുന്നിലെ വണ്ടി ബ്രേക്ക് ചെയ്തു. നല്ല ആഞ്ഞു ചവിട്ടി. ബാക്കിൽ ആള് ഒരുപാട് ശ്രമിച്ചെങ്കിലും ചവിട്ടി നോക്കിയെങ്കിലും അതിന്റെ പിന്നിൽ പോയി ഇടിച്ചു. അയാളുടെ വെളിച്ചത്തിലാണ് ഇയാൾ പോകുന്നത്, എന്നാലും ഇയാൾക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് ഡോറ് തുറന്ന് എണീറ്റ് ഇയാളോട് ചോദിച്ചു, എടോ മനുഷ്യ, ഇങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു സിഗ്നൽ തരണ്ടേ? അപ്പൊ അയാള് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ കാർ പോർച്ചിൽ എത്തിയപ്പോഴാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. ഹലോ, ഞാൻ എന്റെ കാർ പോർച്ചിൽ എത്തിയപ്പോഴാണ് ബ്രേക്ക് ചെയ്തത്. മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ പോകുമ്പോ നമ്മളുടെ അവസ്ഥ ഇതായിരിക്കും. നമ്മളെ ലോകത്തുള്ള എല്ലാവരും നിയന്ത്രിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് സ്വന്തമായ ഒരു വെളിച്ചം വേണം. കൃത്യമായിട്ട് ഇപ്പൊ ഉള്ള സ്റ്റാറ്റസിൽ നിന്ന് എനിക്ക് എവിടേക്ക് എത്തണം. ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത് തുടങ്ങിയത് എവിടുന്ന, എന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, എന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു, തെറ്റായ തീരുമാനങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ ആയിരുന്നു എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖലയിലും അനലൈസ് ചെയ്തു. നമുക്ക് ആ മേഖലയിലൊക്കെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഐ ഗെറ്റ്, എനിക്ക് എങ്ങനെ അവിടേക്ക് എത്തണം. ഇതൊക്കെ പേപ്പറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റത്തെ കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഹൗ ഐ ഗെറ്റ്, വാട്ട് ഈസ് മൈ സ്ട്രാറ്റജി, വാട്ട് ഈസ് മൈ പ്ലാൻ. ഈ ഒരു സാധനമാണ് നമ്മളിൽ യഥാർത്ഥത്തിൽ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്, ന്യൂ വേർഷൻ ഉണ്ടാക്കുന്നത്, പുതിയ നമ്മളെ സൃഷ്ടിക്കുന്നത്. ഈ അവസാനത്തെ കാര്യമാണ്, അതിലെ ആക്ഷൻസ് ആണ്. അതും ഞാൻ പറയും, ഏതൊക്കെ മേഖല നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, ഇതുവരെ നിങ്ങൾ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും എക്സാമ്പിൾ ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ അവിടെ ഇന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോകും എന്ന വലിയ തീരുമാനം നിങ്ങൾ എടുക്കരുത് എന്നാണ് ഞാൻ പറയാം. കാരണം വലിയ തീരുമാനങ്ങളൊക്കെ 2-3 ദിവസം ഉണ്ടാവും. വലിയ തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു ദിവസം ഉണ്ട്, December 31, അല്ലെ? December 31-നാണ് നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഇതെന്റെ അവസാനത്തെ പഫ്, ഇതെന്റെ അവസാനത്തെ പെഗ്. പിറ്റേ ദിവസം രാവിലെ ആകുന്നു. സിഗരറ്റ് വലിക്കുന്ന ആളാണ്, രാവിലെ തന്നെ തുടങ്ങുന്നത് സിഗരറ്റിലാണ്. പക്ഷെ പാക്കറ്റൊന്നും കളഞ്ഞില്ല, അയാൾ വലിച്ചില്ല. ഭാര്യ ബ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അത്ഭുതപ്പെടുന്നു. റൂമിലെത്തിയ ഭാര്യ, മനുഷ്യ നിങ്ങളെന്താ ഇന്ന് വലിക്കുന്നില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, എടി നീ അറിഞ്ഞില്ലേ, ഞാൻ ഇന്നലെ നിർത്തി. 8 മണി കഴിഞ്ഞ് 9 മണിയായി. 9 മണിക്കൊക്കെ 2-3 വലിക്കുന്ന സമയമായി. ടോയ്ലറ്റ് പോകണമെങ്കിൽ ഒന്ന് കിട്ടണം. 10 മണിയാകുമ്പോഴേക്ക് അയാൾ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി, ഈ വർഷത്തെ ഏക സിഗരറ്റ്. തീരുമാനം കഴിയുമല്ലോ. വലിയ തീരുമാനങ്ങളുടെ പ്രശ്നം എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള, എന്റെ സെഷനിൽ മുമ്പ് കേട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സ്മോൾ ഈസ് ഈക്വൽ ടു ബിഗ് എന്ന് പറയുന്ന ആ വലിയ തിയറിയാണ്. സ്മോൾ ചേഞ്ചസ് ക്യാൻ മേക്ക് ബിഗ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ വലിയ ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഹൗ ഐ ഗെറ്റ് ദർ എന്നുള്ള ആ പ്ലാനിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആ 4 ക്വസ്റ്റ്യനിലൂടെ തന്നെയാണ് പോകുന്നത്. വേർ വുഡ് ഐ ലൈക്ക് ടു ഗോ, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഓരോ മേഖലയിലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ബ്രേക്ക് ഡൗൺ
ചെറിയ സ്റ്റെപ്പുകളായിട്ടാണ്. ആ ചെറിയ സ്റ്റെപ്സ് എത്തുക ഒരു ഏതൊരു കണവും അല്ലെ, ഒരു ആറ്റം എന്ന് പറയുന്ന പോലെ എല്ലാ സാധനത്തിന്റെയും ബ്രേക്ക് ഡൗൺ ചെയ്താൽ എത്തുന്ന ഒറ്റ സാധനം, അത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്, ഹാബിറ്റുകളാണ്. അപ്പം പറയാൻ പറ്റും, നിങ്ങളുടെ റുട്ടീൻസിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡേ മാറും. നിങ്ങളുടെ ഡേ മാറുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫേ മാറും. ആ ഹാബിറ്റ്സുമായിട്ട് കണക്ട് ആക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഗോളിനെ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എക്സാമ്പിൾ, നമ്മൾ ബ്രഷ് തേക്കാതെ പോവുകയാണ് അല്ലെ. ബ്രഷ് തേക്കുക എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്. നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയൊരു സംഭവമാണ്. എവിടെയെങ്കിലും പോയി ഞാനിപ്പോ ഈ ബ്രഷ് ചെയ്യാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ശീലങ്ങളെ മാറ്റണം. ആ ശീലങ്ങൾ നമ്മുടെ ആ വേർ വുഡ് ഐ ലൈക്ക് ടു ഗോ, നമ്മുടെ വിഷൻ, നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ആക്കിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്താൽ കഴിഞ്ഞ ഓണം പോലെ തന്നെ ഈ ഓണവും അടുത്ത ഓണവും ഇതുപോലെ തന്നെയായിരിക്കും. വിളവെടുക്കാൻ, സമൃദ്ധി കണ്ടെത്താൻ, അപ്ഗ്രേഡ് ചെയ്യാൻ, ന്യൂ വേർഷൻ ഉണ്ടാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് 1% എന്ന് പറയുന്ന ആ ഇംപ്രൂവ്മെന്റ് തിയറി. കൈസൺ അറിയാലോ, കൈസൺ സ്ഥിരമായിട്ട് നമ്മൾ ട്രെയിനേഴ്സ് ആയതുകൊണ്ടും ഇത്തരം സംഘടനകളിലുള്ളതുകൊണ്ടും ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. സമയം അവസാനിക്കാനായോ? സമയം നോക്കട്ടെ ഏട്ടാ, 51 8 മിനിറ്റും കൂടെ. ഓക്കെ, കൈസൺ എന്ന് പറയുന്ന ആ ഒരു തിയറി, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഹിരോഷിമയും നാഗസാക്കിയും കഴിഞ്ഞ് ഒരിക്കലും ഒരു രാജ്യം തിരിച്ചു വരില്ല എന്നറിഞ്ഞ് ലോകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവന്ന് ആ 1% ഇംപ്രൂവ്മെന്റ് തിയറി, കൈസൺ. പിന്നീട് ടൊയോട്ട, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ദത്തെടുത്ത ആ ഒരു തിയറി, അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ഏറ്റവും മികച്ച തുടക്കങ്ങൾ, ഹാബിറ്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും, ഗോൾസ് ഉണ്ടാക്കാൻ പറ്റും, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ. അതിനൊരു സിമ്പിൾ തിയറി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ തിയറി കൂടെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അരമണിക്കൂർ കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും സാധ്യമാണ്. അത് നമ്മൾ എടുക്കുന്ന തീരുമാനപ്രകാരമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈലാണെങ്കിൽ മൊബൈലിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കണ്ടിന്യൂ. ഈ എക്സസൈസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കണ്ടിന്യൂ. ഈ ചോദ്യങ്ങൾ ഞാൻ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്ത ഈ ഒരു കാര്യം, നിങ്ങൾ ഈ 4 ചോദ്യങ്ങൾ അത് നിങ്ങൾ ലൈഫിൽ ഒന്നും കൂടെ പോയിട്ട് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങളിൽ ചെറുതെങ്കിൽ ചെറിയൊരു മാറ്റമാണല്ലോ നമ്മൾ ട്രെയിനിങ്ങിൻ കൊണ്ടുള്ള ഉദ്ദേശം. വെറുതെ നോളജ് കേൾക്കൽ മാത്രമല്ലല്ലോ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നോളജ് നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ഇൻഫർമേഷൻ ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇറ ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം സെൽഫിലും നമ്മളെ കുറിച്ചുള്ള ഒരു അറ്റൻഷനും ഇതെല്ലാം കുറയും എന്നതാണ്. അപ്പോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ജസ്റ്റ് നോട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് എന്ന് എഴുതുക. അവിടെ നിങ്ങൾ എഴുതേണ്ട ഒരു ചെറിയ കാര്യം, ഇപ്പൊ നിങ്ങൾ ലൈഫിൽ ചെയ്യാത്ത ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നില്ല, എന്നാൽ ആ ഒരു കാര്യം ചെറിയ കാര്യമാണ്. വലുതൊന്നും നിങ്ങൾ എടുക്കരുത്. വലുതെടുത്താൽ നമുക്കതിനെ ഫോളോ ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. ചെറുതെടുത്താൽ മതി. ലൈഫിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം, എന്നാൽ അത് ചെയ്തു തുടങ്ങിയാൽ 1 വർഷം കഴിയുമ്പോൾ, അടുത്ത ഓണം വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം, ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. ഇന്നു മുതൽ ആ ഒരു ചെറിയ കാര്യം, ചിലപ്പോൾ 5 മിനിറ്റ് നീക്കി വെച്ചാൽ മതിയാവും, ചിലപ്പോൾ സെക്കൻഡുകൾ മാറ്റി വെച്ചാൽ മതിയാവും. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഞാനൊരു ജിം ട്രെയിനർ അല്ല, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മസിൽ വരും എന്ന് പറയാൻ നിങ്ങളുടെ ലൈഫാണ്. ആ ലൈഫ്, അതിൽ നിന്നൊരു കാര്യം, ഇപ്പൊ ഞാൻ ചെയ്യാത്തൊരു കാര്യം, എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉറപ്പാണ്. എക്സാമ്പിൾ പറയാം, നിങ്ങൾ വായന എന്ന് പറയുന്ന ഒരു
ഗുണമില്ലാത്ത ആളാണെങ്കിൽ, ഇപ്പൊ ഇതുവരെ നിങ്ങൾ വായിക്കാത്ത ഒരാളാണെങ്കിൽ, ഇന്നു മുതൽ ഞാനൊരു 1 പേജ് വായിക്കുമെന്ന് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ 365 ദിവസം കഴിയുമ്പോൾ നമുക്ക് 365 പേജുകൾ വായിക്കാൻ കഴിയുമെന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എക്സസൈസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് എൻ്റെ ഞാൻ ഇന്ന് മുതൽ ജിമ്മിൽ പോകും എന്നല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീടിന്റെ മുറ്റത്തിറങ്ങി നടക്കാൻ തുടങ്ങും, ഒരു 10 മിനിറ്റ് നടക്കാൻ തുടങ്ങും എന്നായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. നിങ്ങളുടെ ലൈഫാണ്, തീരുമാനിച്ചോളൂ. ഒരു കാര്യം സ്റ്റാർട്ടിൽ എഴുതിക്കോളൂ. ദെൻ സ്റ്റോപ്പ്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പാണ് സ്റ്റോപ്പ്. വാട്ട് കൻ ഐ സ്റ്റോപ്പ്? ചില കാര്യങ്ങൾ ലൈഫിൽ നല്ല സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങണം എന്നില്ല. ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്താലും മതി. അത് ഒരു മോശം ഹാബിറ്റ് ആയിരിക്കാം. ചിലപ്പോ പ്രൊക്കാസ്റ്റിനേഷൻ, മാറ്റിവെക്കുന്ന സ്വഭാവമുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കാം. ഇന്ന് മുതൽ അത് ചെറുതായിട്ടെങ്കിൽ ചെറുതായിട്ട്, ഇപ്പോ എന്ത് വന്നാലും കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നിടത്ത് എന്ത് കാര്യം വന്നാലും അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ആക്ഷൻ അപ്പൊ തന്നെ ഞാൻ എടുക്കും എന്നുള്ളൊരു തീരുമാനമായിരിക്കാം. അല്ലെങ്കിൽ ഒരു മോശം ഹാബിറ്റ്, സിഗരറ്റ് വലിക്കുന്ന ആളാവാം, ചിലപ്പോ വേറെന്തെങ്കിലും സ്വഭാവമുള്ള, അത് ഇന്ന് മുതൽ ഞാൻ കുറച്ച് കൊണ്ടുവരും എന്നൊരു തീരുമാനം ഇപ്പോ ഈ മൊമെന്റിൽ നിങ്ങൾ എടുക്ക്. ലൈഫ് വിൽ ട്രാൻസ്ഫോം. അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്, അങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ, കണ്ടിന്യൂ. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കണ്ടിന്യൂ. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ, കണ്ടിന്യൂസ് ലേണിംഗ്. ഈ മോർണിംഗിൽ 6:30 വന്ന് നിൽക്കേണ്ട ഒരു കാര്യമില്ല. എത്രയോ പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതൊരു നല്ല കാര്യമാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ ആണ്, ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളാണ് പുതുതായിട്ട് ചെയ്യാനുള്ളത്. ഒന്ന് ചെയ്യാനുള്ളതാണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ്. ഇത്രയും മാത്രം ചെയ്താൽ അടുത്ത ഓണം വരുമ്പോഴേക്ക് ആ മേഖലയിൽ നിങ്ങൾ ചെയ്തത് എന്താണോ ആ മേഖലയിലെങ്കിലും നമുക്ക് സമൃദ്ധി ലഭിക്കില്ലേ? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞല്ലോ അല്ലെ? അവസാനിപ്പിക്കുകയാണ്. ചെറിയ ഒരു സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്തില്ല എന്ന് വിചാരിക്കാം, ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോറിയോട് കൂടി ഞാൻ അവസാനിപ്പിക്കും. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള എല്ലാവർക്കും 140 പേര്, ഒരുപാട് സന്തോഷം. ഇപ്പോ ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയതായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു. അപ്പം എന്നെ ക്ഷണിച്ച ആളുകൾക്കും താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ അമേരിക്ക, നോർത്ത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്കയിലെ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ 35 വർഷക്കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർപ്പൻറ്റർ, അവിടെ വുഡൻ ഹൗസ് ആണ് ഉണ്ടാക്കുന്നത്. ആ കാർപ്പൻറ്റർ ഹോം സിക്ക് ബാധിച്ചു, വയസ്സായി, ഇനി ഫാമിലിയോടൊപ്പം ജീവിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ മുതലാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞാൻ ഇനി റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യണം, എനിക്ക് മടുത്തു, ഇനി വീട്ടുകാരോടൊപ്പം ജീവിക്കണം. അപ്പോ അയാൾ മുതലാളി പറഞ്ഞു, നീ ഓഫീസിലേക്ക് പെട്ടെന്ന് വരണം, നീ ഉറപ്പിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഓഫീസിൽ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഓക്കെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇന്നലെ നമുക്കൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ തീർത്തിട്ട് നീ പൊയ്ക്കോ. അപ്പോ മനസ്സില്ലാ മനസ്സോടെ ഈ കാർപ്പൻറ്റർ ഈ ജോലിയും കൂടെ ഏറ്റെടുക്കുകയാണ്. സാധാരണ രീതിയിൽ അദ്ദേഹം ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം സമയമെടുത്ത് ഏറ്റവും നല്ല റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും മികച്ച ജോലിക്കാരെ ഉപയോഗിച്ചാണ് ആ പണി തീർപ്പിക്കുന്നതെങ്കിൽ, ഇത് അദ്ദേഹത്തിന് ഹോം സിക്ക് ബാധിച്ചതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, മതി, ഇനി അങ്ങ് വിട്ടേക്കാം എന്ന് വെച്ചിട്ട് ഒരു 1.5 ആഴ്ച കൊണ്ട് പണി തീർത്തു. അത്ര നല്ല രീതിയിലൊന്നും അല്ല അയാൾ പണിതത്. അവിടെ അവൈലബിൾ ആയ റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചു, പഴയ വീടിന്റെ ഒക്കെ സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് അയാൾ പണി തീർത്തിട്ട് വേഗം മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ചാവി കൊടുത്തു. ഇനി അയാൾ വല്ല പണി ഏൽപ്പിക്കുന്ന വിചാരിച്ച് ഓടി പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എടാ 35 വർഷം നീ എന്റെ കൂടെ ജോലി ചെയ്തല്ലേ, നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ തരണ്ടേ?
അങ്ങനെ അയാൾ വിളിച്ചുവിട്ട് ആ അവസാനം അയാൾ ഉണ്ടാക്കിയ സെയിം കീ, ആ അവസാനത്തെ വീടിന്റെ താക്കോൽ അയാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ദിസ് ഇസ് യുവർ റിട്ടയർമെന്റ് ഗിഫ്റ്റ്. മൈ ഡി ഫ്രണ്ട്സ്, അയാളുടെ മനസ്സിൽ എന്ത് തോന്നിയിട്ടുണ്ടാവും? ജസ്റ്റ് ഇതിലെ ഓടിച്ചാൽ മതി. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. നാളെ അടുത്ത ഓണം വരുമ്പോ, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോ എനിക്കോ നിങ്ങൾക്കോ ആ തോന്നൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്തോ വരാനിരിക്കുന്ന ഒരു കാര്യമല്ല, ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ടാണ്. സോ ഇന്ന് നമ്മൾ ഏറ്റെടുത്ത ആ ഒരു ഉദ്യമം, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കണ്ടിന്യൂ, ഇത്രമാത്രം ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട്, അതിൻ്റെതായിട്ടുള്ള സമൃദ്ധി നിങ്ങളുടെ അടുത്ത ഓണകാലത്ത് ഉണ്ടാവും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും ഒരു പൊന്നോണം അഡ്വാൻസ് ആയിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ബൈ ബൈ. താങ്ക് യു സർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, എന്നാൽ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവി മാറ്റും. APJ-യുടെ വാക്കുകളാണ്. ഇന്ന് 318-ാം പൊൻപുലരിയിൽ നല്ലൊരു കഥ കൊണ്ട് തുടങ്ങി, കഥ കൊണ്ട് അവസാനിപ്പിച്ചത് നഹാസ് മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ഓരോ ആളുകൾക്കും പുത്തൻ കഥകൾ രചിക്കാനുള്ള അവസരമായി മാറട്ടെ എന്ന് പറയുകയാണ്. ഒരു ചെറിയ മാറ്റം പോലും ജീവിത ശൈലിയിൽ വലിയ വെളിച്ചം കൊണ്ടുവരുമെന്ന നല്ല സന്ദേശം നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാവുമെന്ന പ്രതീക്ഷയിൽ പുതിയ വിത്തുകൾ പാകിക്കൊണ്ട് നല്ലൊരു പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ നഹാസ് സാറിനെ കേട്ടിരുന്നവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം വേറിട്ട ചിന്തകൾ കൊണ്ട് പ്രഭാതം ധന്യമാക്കിയ നഹാസ് മുഹമ്മദ് സാറിനെ ഡിവിഷൻ ടീമിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നിവിടെ സാർ പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ നിന്ന് വൈവിധ്യമാർന്ന ആളുകളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. എല്ലാ പ്രഭാതങ്ങളിലും നമ്മെ കേൾക്കാനായി ഇവിടെ എത്തുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വിജയം. അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹ ഭാഷയിൽ ഡിവിഷൻ ടീമിന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ടീമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സർ, അതുപോലെ ഇതിൻ്റെ അണിയറയിലുള്ള മറ്റ് ആളുകൾക്കും ഈ ഒരു പ്രഭാതത്തിൽ സ്നേഹ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.